നമസ്കാരം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ ജയം സ്വന്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. ഈസ്റ്റ് ബംഗാളിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. മത്സരത്തിൽ 1 ഗോളിന് പിന്നിൽ പോയ ശേഷമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വൻ തിരിച്ചുവരവ്. ആദ്യ ഹോം മാച്ചിൽ ഇതേ ഗ്രൗണ്ടിൽ ഇതേ മാർജിന് തോറ്റ മഞ്ഞപ്പടയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ഇന്നത്തെ ഗംഭീര വിജയം. ബ്ലാസ്റ്റേഴ്സിനായി നോഹ സദോയിയും ക്വാമെ പെപ്രയുമാണ് ഗോളുകൾ നേടിയത്. ഈസ്റ്റ് ബംഗാളിന്റെ ഏക ഗോൾ മലയാളി താരമായ വിഷ്ണു പി വി സ്വന്തമാക്കി. കളിയുടെ 88-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോൾ. 3 ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലാണ്. 59-ാം മിനിറ്റിൽ വിഷ്ണുവിന്റെ ഗോളിലൂടെ ഈസ്റ്റ് ബംഗാളാണ് ആദ്യം മുന്നിലെത്തിയത്. 63-ാം മിനിറ്റിൽ സദോയിയും 88-ാം മിനിറ്റിൽ ക്വാമെ പെപ്രയുമാണ് ബ്ലാസ്റ്റേഴ്സിനെ വലകുലുക്കിയത്. അഡ്രിയാൻ ലൂണിയുടെ അഭാവത്തിലും കളിച്ച് ജയിക്കാമെന്ന് ബ്ലാസ്റ്റേഴ്സ് കാണിച്ചു തന്ന മത്സരം കൂടിയായിരുന്നു ഇത്. ആദ്യ പകുതിയിൽ ഗോളുകളുടെ കോളം ശൂന്യമായിരുന്നെങ്കിലും ആവേശകരമായിരുന്നു പോരാട്ടം. മത്സരത്തിലെ ഏറ്റവും മികച്ച അവസരം ലഭിച്ചത് ബ്ലാസ്റ്റേഴ്സിനാണ്. 9-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം ഹെസൂസ് ഹിമനയുടെ ഗോളെന്നുറച്ച ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിക്കുന്നത് അവിശ്വസനീയമായിട്ടായിരുന്നു ഗാലറിയിലെ മഞ്ഞപ്പട കണ്ടിരുന്നത്. സൂപ്പർ താരം അഡ്രിയൻ ലൂണ ഒരിക്കൽ കൂടി അസുഖബാധിതനായി പുറത്തിരുന്ന മത്സരത്തിൽ 4 മാറ്റങ്ങളുമായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിഗായൽ സ്റ്റാറെ ടീമിനെ കളത്തിലിറക്കിയത്. പഞ്ചാബിനെതിരെ പകരക്കാരനായി ഇറങ്ങിയ സ്പാനിഷ് താരം ഹെസൂസ് ഹിമനെ ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ 11-ൽ ഇടം പിടിച്ചു. മലയാളി താരം വിപിൻ മോഹനൻ, ഡാനിഷ് ഫറൂഖ് എന്നിവരും പ്ലേയിങ് 11-ലെത്തി. ജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് എത്തി. 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട ഈസ്റ്റ് ബംഗാൾ 12-ാം സ്ഥാനത്താണ്.